ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു ചെറിയ ഹോം ടൂറാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എന്തൊക്കെ പെറ്റ്സിനെയാണ് വളർത്തുന്നതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. മെയിനായിട്ട് ഫിഷാണ് നമ്മുടെ വീട്ടിലുള്ള പെറ്റ്. അപ്പോൾ ഇന്ന് കുറച്ച് ഫിഷിനെ വാങ്ങുന്നുണ്ട്, കുറച്ച് കോഴിക്കാർപ്പിനെ വാങ്ങുന്നുണ്ട്. ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു പോണ്ടാണ്. ഇതിൽ ഓൾറെഡി 3-4 കാർപ്പുണ്ട്. ഇതല്ലാതെ ഇതിൽ കുറേ ഫിഷസ് ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ ചത്തുപോയി. അപ്പോൾ നമ്മൾ ഈ പോണ്ടിലേക്ക് ഒരു 5-6 കാർപ്പിനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്, ഒരു 10 കാർപ്പിനെ വാങ്ങണം. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബാക്കിയുള്ള എന്തൊക്കെ ഫിഷ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മുടെ ഫിഷസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇന്ന് കൊണ്ടുവന്ന് കാർപ്പുകളാണ്. അതുപോലെ കുറച്ച് ഗപ്പീസ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമുക്കൊരു കോൺക്രീറ്റ് ചെറിയൊരു പോണ്ടും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പെറ്റ്സ്. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ ഒരു മോസാണ്, പായലാണ് ഇത് മുഴുവൻ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്ന് വളർത്തുന്ന 2 തരം, ഒന്ന് ഫുൾ റെഡും അതുപോലെ തന്നെ ഇത് കോയി ഗപ്പിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 പെയറിനെ നമ്മൾ ഇതിനകത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ കുട്ടികളൊക്കെ ഇത് തന്നെ കുറേയൊക്കെ തിന്നും. അപ്പോൾ നമ്മൾ കുറച്ച് ഹൈഡിങ് സ്പോട്ട്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഹൈഡിങ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കണേ. അപ്പോൾ നമ്മൾ അവർ ഡിസ്റ്റർബ് ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇതുപോലുള്ള പായലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടുള്ള സമയത്ത് ഭയങ്കര വെയിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചൂട് അവർക്ക് കുറഞ്ഞു കിട്ടും. നമ്മൾ മുന്നേ മാർച്ച് ഏപ്രിൽ മാസത്ത് ഭയങ്കര ചൂടായിട്ട് നമുക്ക് ഒരുപാട് ഫിഷസ് ഇങ്ങനെ ചത്തുപോയി. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കവറിങ് കൊടുത്തു. പോണ്ട് കാണാൻ ചിലപ്പോൾ ഇതിൽ ഫുൾ പായലായതുകൊണ്ട് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഷെൽട്ടറും ഒരു കൂളിങ്ങും കിട്ടും. അതുപോലെ പൊട്ടി ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുത്താലും ഒരു കൂളിങ് അവർക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോണ്ടിലേക്ക് പോകാം. ഇതൊരു ചെറിയ ചട്ടിയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, വളരെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബേബീസാണ്. ഇതിപ്പോൾ ഒരു 3 weeks to 1 month ഏജുള്ള ചെറിയ ബേബീസാണ് ഇതിൽ ഫുള്ളായിട്ട്. ഇവരെ നമ്മൾ പ്ലാന്റഡ് ആയിട്ട് ഇതിൽ ഈ പായലിട്ട് വെച്ചിരിക്കുകയാണ്, ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത നമ്മുടെ പോണ്ടിലേക്ക് പോവാം. ഇതിൽ നമുക്കുള്ളതും ഒരുപാട് ഇതൊരു മിക്സഡ് ഗപ്പി ടാങ്ക് തന്നെയാണ്. ഇതിൽ അത്യാവശ്യം മിക്സഡ് ഗപ്പീസ് ഉണ്ട്. നമുക്ക് കാണുന്ന പോലെ ടെയിലുള്ള പ്ലാറ്റിനം സോഡിൻ്റെയും അതുപോലുള്ള കുറേ ഫിഷസിൻ്റെയും നമുക്ക് മിക്സഡ് ആയിട്ടുള്ള അധികം ക്വാളിറ്റി ഇല്ലാത്ത ഇടത്തരം ബ്രീഡുകളാണുള്ളത്. ഇതും ഒരു പെയിൻറ്റ് ബക്കറ്റ് തന്നെയാണ്, അതിലാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത്. കുറേയൊക്കെ വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫുൾ ഗോൾഡ് ഗപ്പിയുടെ ഒരു ട്രയോ പെയർ ബ്രീഡിങ്ങിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇനി നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് ഫുൾ ഗോൾഡ് ട്രയോ. അതല്ലാതെ ഇവിടെ ഒരു പ്ലാറ്റിനം ബിഗ് ഇയറിൻ്റെ ഒരു ഫീമെയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പെയർ, അതിൻ്റെ ഒരു ട്രയോ നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് രണ്ടും ചത്തുപോയി. ഇപ്പോൾ ഈ ഫുൾ ഗോൾഡാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഈ പോണ്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ളൊരു ചട്ടി അല്ലെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ചട്ടി നിങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു 100 രൂപയാണ് ഹോൾസെയിൽ റേറ്റ് നമുക്കിത് കിട്ടുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം ഗപ്പികളെ വളർത്താൻ പറ്റുന്ന സ്പേസ് ഉള്ളൊരു സാധനമാണ്. ഇതിൻ്റെ തന്നെ 2, ഇത് റൗണ്ട് ഷേപ്പിലുള്ളതാണ്, അതുപോലെ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയതാണ് ഇതിൻ്റെ അടുത്തുള്ള നമ്മൾ വളർത്തുന്ന പോണ്ട്. അപ്പോൾ ഈ പോണ്ടും അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ മിക്സഡ് ഗപ്പീസാണ് ഇതിലുള്ളത്. അത്യാവശ്യം ഫ്രൈസും അത്യാവശ്യം വലിയ ഗപ്പീസും ഈ പോണ്ടിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെയ്ത് നോക്കാൻ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഗപ്പീസിനെ വളർത്തണമെങ്കിൽ ഏറ്റവും രസമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പോണ്ടാണ്. നമ്മുടെ കയ്യിൽ മുഴുവൻ ഈ സാധനമായി. ഇതിൽ അതുപോലെ തന്നെ വേറെയും പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫൈനലായിട്ടുള്ള കോൺക്രീറ്റ് പോണ്ടാണ്. കോൺക്രീറ്റ് പോണ്ട് ഇപ്പോൾ നമുക്ക് അധികം ഫിഷസ് ഇല്ല. കൂടി നമ്മുടെ കയ്യിലുള്ളത് ഒരു 3 കോഴിക്കാർപ്പാണ്. ഇവർക്ക് ഏകദേശം ഒരു 2 years ഏജ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് 6 മാസം ആയിട്ടുണ്ട്. പിന്നെ ഈ
മോളിയാണ് നമുക്കുള്ളത്. ഇനി ഇതിലേക്കാണ് നമ്മൾ പുതിയ ഗപ്പീസിനെ വാങ്ങിയിട്ടുള്ളത് ഇടാൻ പോകുന്നത്. ഇതിന് ഒരു കഷ്ണം ഓട് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത് ഗപ്പീസ് വന്ന് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഡിങ് കേജ് പോലെ വെച്ചായിരുന്നു. ഇപ്പോൾ ഗപ്പീസിന് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഫിഷസിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ഫുഡ് വെറൈറ്റീസ്, എന്തൊക്കെ ഫുഡാണ് നമുക്ക് കൊടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവർക്ക് 3 വെറൈറ്റി ഫുഡാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3 വെറൈറ്റിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ആർട്ടീമിയ ഫ്ലേക്സ് എന്ന് പറയും. ഇത് നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബേബി ഗപ്പീസിനൊക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ് ആർട്ടീമിയ ഫ്ലേക്സ്. ഇത് 100 രൂപ, 100 ഗ്രാമിന് 100 രൂപ, 120 രൂപ ആ റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഇത് പ്രിൻസ് വൈൻ എന്ന് പറയുന്ന വേറൊരു തരം പ്രോട്ടീനൊക്കെ ഉള്ള ഒരു തരം ഫിഷ് ഫുഡാണ്. ഇതും ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതും ഏകദേശം ഈ റേഞ്ച് തന്നെയാണ് വരുന്നത്. ഇത് മെയിനായിട്ട് ചെമ്മീൻ പൊടിയുടെ അങ്ങനെയുള്ള കണ്ടൻറ്റാണ് കൂടുതൽ. പിന്നെ മൂന്നാമത് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണ പോലെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകണം പെല്ലറ്റ് ഫുഡാണ്. ഇത് നമ്മുടെ നോർമൽ പെല്ലറ്റാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഫിഷിനെ കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് ആർട്ടീമിയ ഫ്ലേക്ക് ഒക്കെ ഇട്ടൊന്ന് ഫീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഷസിനെയൊക്കെ കണ്ടു. ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു പെറ്റാണ് ഈ നിൽക്കുന്ന കൊനൂറിൻ്റെ പെയർ. അപ്പോൾ ഇത് നമുക്കുള്ളത് ഒരു സെമി അഡൾട്ട് ആയിട്ടുള്ള 2 പെയർ കൊനൂറാണ് നമ്മുടെ മറ്റൊരു പെറ്റ്. ഇത് പൈനാപ്പിൾ കൊണൂറാണ്. ഇത് പൈനാപ്പിൾ കൊണൂർ ഫീമെയിൽ. അതുപോലെ തന്നെ അത് സിനമൺ കൊനൂർ മെയിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെമി അഡൾട്ട് പെയറാണ്. 2 DNA ഉള്ള പെയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഇവർ വന്നിട്ട് ഏകദേശം ഒരു 3-4 മാസമായി. ഏകദേശം ടോട്ടൽ ഒരു 10 മാസം ഏജ് ആയിട്ടുള്ള ബേർഡ്സാണ് ഇവർ 2 പേരും. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബേർഡാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതാണ് ഇവർക്ക് വേണ്ടി പണിതിട്ടുള്ളൊരു പുതിയ കേജ്. ആ കേജിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കേജുകൾ പണിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിലെന്തൊക്കെ മിസ്റ്റേക്ക് പറ്റാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതും ചെറിയൊരു ഇത് തരാം. അപ്പോൾ ഇതുപോലെയുള്ള കൂട് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോൻ്റെ ഈ ഭാഗം. അപ്പോൾ നമ്മൾ ഏകദേശം എന്നെങ്ങാട്ടി ഹൈറ്റ് ഉണ്ട്, ഒരു 7 അടിയോളം ഈ കൂട് ഹൈറ്റ് ഉണ്ട്. നമ്മളിത് 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ കൂട് നമുക്ക് കൊനൂർ ബേർഡ്സിനാണ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ കൊനൂർ അല്ലെങ്കിൽ ലവ് ബേർഡ്സ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അങ്ങനെയുള്ള ബേർഡ്സിന് നമുക്ക് ഈ കൂട് ചെയ്യാം. ഇതിൻ്റെ 2 കമ്പാർട്ട്മെൻറ്റ് നമുക്ക് എന്ത് ബേർഡ്സിന് വേണമെങ്കിലും അത്യാവശ്യം ഫ്ലൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ബ്രീഡിംഗ് കേജ് പോലെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അത്യാവശ്യം അവർക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് ഫ്ലൈ ചെയ്യാനും പറ്റും. നമ്മുടെ കയ്യിലുള്ള ഈ കേജ് ഏകദേശം 6 അടിയുടെ മേലെ ഒരു പൊടിക്കും കൂടി ഉണ്ട്. അപ്പോൾ ഇത് 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. മെയിനായിട്ട് ഇരുമ്പിൻ്റെ ഇത് അടിച്ചിരിക്കുകയാണ്. എല്ലാം സ്ക്വയറായിട്ടാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു അങ്കിളുടെ വീട്ടിൽ ഇത് ഡയമണ്ട് കട്ടിൽ അടിച്ചിട്ട് കിളികളുടെ കാല് ഇതിൻ്റെ ഇടയിൽ
പെടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മുഴുവൻ സ്ക്വയറായിട്ടാണ് അടിച്ചിരിക്കുന്നത്. അതുപോലെ പൈപ്പ് വെച്ച് 4 സൈഡിലും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് 2 കൂടായിട്ട് നമ്മൾ കൊണൂറിനെയാണ് വളർത്തുന്നത് ഉള്ളത് കൊണ്ട് നമ്മളിത് 2 സെപ്പറേറ്റ് ആയിട്ട് ഒരു 3 അടി 3 അടിയുടെ സൈസിലാണ് ഓരോ കേജ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ എന്താ പറയുക, ഒരു ബ്രീഡിംഗ് ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് അത് ഇതുപോലെ നമ്മൾ പുറത്ത് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ കേജിലും നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇതിനൊരു സെപ്പറേറ്റ് നമുക്ക് വേസ്റ്റ് ട്രേ വെച്ചിട്ട് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം വേസ്റ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ വേസ്റ്റ് താഴെ വീഴുന്ന പോലെ ഒരു സ്പേസ് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം അത് ഭയങ്കര സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതുപോലെ എന്തുകൊണ്ടാണ് ബ്രീഡിംഗ് കേജ് അകത്ത് വെക്കാതെ പുറത്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിംഗ് കേജിൽ തന്നെ ഇപ്പോൾ ബേർഡ്സിൻ്റെ മുട്ട ചീഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഉറുമ്പ് വരാനുള്ള ചാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്രീഡിംഗ് കേജ് പുറത്ത് വെച്ചിരിക്കുന്നത്. ഇതിന് തന്നെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് അടച്ചേക്കാണ്. ഇതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ബ്രീഡിംഗ് കേജിന് ഏകദേശം ഒരു 400 രൂപയാണ് നമുക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കൂട് ഉണ്ടാക്കാൻ എനിക്ക് മെയിനായിട്ട് ഒരു 8000 രൂപയോളം കോസ്റ്റ് വന്നു എല്ലാം കൂടിയിട്ട്. അത് ലേബർ കോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കൊരു 6000 രൂപയ്ക്കൊക്കെ ഇങ്ങനെയുള്ളൊരു 6 ഫീറ്റ് കൂട് ചെയ്തെടുക്കാൻ പറ്റും. ലേബർ കോസ്റ്റ് വന്നുകൊണ്ടാണ് എനിക്ക് 8500 ആ റേഞ്ചിൽ കോസ്റ്റ് വന്നത്. അപ്പോൾ ഈ കേജിൽ നമ്മൾ പ്രത്യേകം ഇവരോട് പറഞ്ഞ് ചെയ്യിച്ചിട്ടുള്ള ഒരു ചെറിയ 2 ഊഞ്ഞാലുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുക. ഒരു ഊഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് 2ലും. അതേപോലെ തന്നെ ഒരു സ്റ്റിക്ക്, ഇരുമ്പിൻ്റെ സ്റ്റിക്ക് എക്സ്റ്റൻഷൻ അവർക്ക് ഇരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വുഡിൻ്റെ ഒരു പെർക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുന്നേ അവരുടെ ഒരു ചൈനീസ് കേജിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റിക്കാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പുളിയുടെ സ്റ്റിക്ക് അതുപോലുള്ള സ്റ്റിക്കുകൾ വെച്ച് കൊടുക്കാം. എനിക്ക് ആ സമയത്ത് അത് കിട്ടിയില്ല. മഴ സീസണിലാണ് ഈ കൂട് പണിത്. അതുകൊണ്ട് എനിക്ക് ഡ്രൈ ആയിട്ടുള്ളത് പെയിൻറ്റ് ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ല ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ വെച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഈ കേജിൽ ഇപ്പോൾ നമ്മൾ വേറൊരു ക്രിംസൺ ബെല്ലി കൊണൂറിന് ഇടണമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ആളെ മേടിച്ചിട്ടില്ല. ഈ സീസൺ മഴയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മതി എന്നാണ് വിചാരിക്കണത്. അതിനും ഒരു പെയറിന് ഇടാനുള്ള സ്ഥലമാണ് ഇവിടെ മെയിനായിട്ട് വെച്ചേക്കണത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബേർഡ്സിനെയും ഇതിലിടാം. ഫിഞ്ചസിനെ ഇടാം, അതുപോലെ തന്നെ ലവ് ബേർഡ്സിനെ ഇടാം, ബഡ്ജീസിനെ ഇടാം, അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ ഇടാം. അങ്ങനെ ഏത് തരത്തിലുള്ള ബേർഡ്സിനെ വേണമെങ്കിലും ഈ കേജിൽ ഇടാം. അവർക്ക് അത്യാവശ്യം ഫ്ലൈയിങ് സ്പേസ് കൊടുക്കുന്നുണ്ട്. ഈ 6 അടിയുടെ കേജ് ഒരു 3-3ൻ്റെ 2 കേജായിട്ട് എടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 8000 അല്ലെങ്കിൽ ഒരു 7000 8000 റേഞ്ചിൽ നിങ്ങളുടെ എല്ലാ കോസ്റ്റും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിലും എനിക്ക് എന്താ പറയുക, നമ്മൾ ഓരോ കാര്യങ്ങൾ പണിയുമ്പോഴാണല്ലോ അതിൻ്റെ പോരായ്മകൾ തോന്നുന്നത്. അപ്പോൾ ഇതിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റിയത് ഈ ഡോറാണ്. ഇത് ഇത്രയും വലിയ ഡോറിനോടൊപ്പം ഒരു ചെറിയൊരു ഡോറും കൂടി, ഫുഡ് മാത്രം വെക്കാൻ പറ്റുന്ന പോലെ ഒരു ചെറിയൊരു കട്ടിങ് കൂടെ കൊടുത്തിട്ട് ഒരു ഡോറും കൂടി വെച്ചിരുന്നെങ്കിൽ ഇത്രയും നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ബേർഡ്സ് ഫ്ലൈ ചെയ്യുമോ എന്നുള്ളൊരു റിസ്ക് എപ്പോഴും അതിനകത്ത് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് ഇത്രയും വലിയ ഡോറിന് പകരം ഒരു ചെറിയ ഡോറ്, ഒരു കട്ട് ഡോറ് ഫുഡ് മാത്രം വെക്കാനായിട്ട് നമുക്ക് ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അത് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഈ കേജിൻ്റെ ഒരു എന്താ പറയുക, ഒന്ന് ശരിയാക്കാമായിരുന്നു എന്ന് തോന്നിയിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരുവിധം ഈ കേജ് ഞാൻ സാറ്റിസ്ഫാക്ടറി ആണ്. അതുപോലെ എസ്പെഷ്യലി ഈ വേസ്റ്റ് എടുക്കുന്ന ട്രേ, ഇതാണ് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ചെയ്തതിൽ നന്നായെന്ന് തോന്നുന്നത്. ചെറുതായിട്ട് നമ്മുടെ കൊണൂറിൻ്റെ ഒരു ഫുഡിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത് നമുക്ക് കൊണൂർ മിക്സ് എന്ന് പറഞ്ഞിട്ട് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിൽ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, അതുപോലെ കോൺ, അതുപോലെ വേരിയസ് പൾസസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ നമ്മളിതിന് കൊടുക്കുന്നത്. ഏകദേശം 140 രൂപയാണ് ഇതിന് കിലോന് വരെ. ഇതാണ് നമ്മൾ ഇപ്പോൾ കൊണൂറിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവർക്കൊന്ന് ഫീഡ് ഇട്ട് കൊടുത്തത് കൊണ്ട് അവരിനിപ്പോൾ ഹംഗറി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഫീഡ് ചെയ്യണില്ല. പക്ഷെ അവരുടെയൊക്കെ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയൊരു സാധനം നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കാം, അവർ കഴിക്കാൻ നോക്കാം, അവരെടുക്കാൻ നോക്കാം. ഇത് ടേംഡ് അല്ല, പലരും ടേംഡ് ആയിട്ട് വളർത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബേർഡ് ടേംഡ് അല്ല, സെമി ടേംഡ് ആണ്. കാരണം പലയിടത്തും അവരെന്നെ പുറത്തേക്ക് ഇട്ടാൽ അവർ പുറത്ത് പോയി പറക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ബേർഡ്സ് പുറത്ത് പോയിട്ട് പറത്തി വിട്ടാൽ പറക്കില്ല. നമ്മുടെ ഫീഡ് എടുക്കും, കയ്യിൽ വെച്ച് കൊടുത്താലും ഫീഡ് എടുക്കും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്യാന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പെറ്റിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ നമ്മുടെ ഗപ്പീസ്, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാർപ്പിനെ കണ്ടു.
ഇതുപോലെ നമ്മുടെ കുനൂസ്, ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ പെറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എത്രയും സബ്സ്ക്രൈബേഴ്സ് ആവുന്നു അത്രയും നമുക്ക് നല്ലതാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.